Good evening to all. Calicut University 6th sem BCom Corporation Specialization Paper International Cooperative Movement ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നാലാമത്തെ കൺട്രി USA ആണ് കേട്ടോ നോക്കുന്നത്. USA ആൻഡ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഓക്കെ, അഗ്രികൾച്ചർ പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് USA കോപ്പറേറ്റീവ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഒരു ഇമ്പോർട്ടൻറ്റ് റോളായിരുന്നു ആർക്കുണ്ടായിരുന്നത്, അഗ്രികൾച്ചറിൽ ഉണ്ടായിരുന്നത്. ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് USA നോൺ ആസ് ബീസ് എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി USA ആർ ഒറിജിനേറ്റഡ് ഇൻ കമ്മോഡിറ്റി ബേസിസ്, അതായത് കമ്മോഡിറ്റി ബേസിസിലായിരുന്നു USA കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസിൽ ഒറിജിനേറ്റ് ചെയ്തത്. പിന്നെ കോപ്പറേറ്റീവ് ഡയറീസ് വെർ ദി ഫസ്റ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് അസോസിയേഷൻ ഇൻ USA. ഓക്കെ, അപ്പോൾ ഇത്രയാണ് USA കേസിൽ പറയാനുള്ളത്. അഗ്രികൾച്ചറൽ പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾ എന്ന് പറയുമ്പോൾ അവർക്ക് മേ ബി ലോൺസ് ഗ്രാൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അതിനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് എഴുതുന്നത്. ഓക്കെ, പിന്നെ അഞ്ചാമത്തെ കൺട്രിയാണ് ഇത് പറഞ്ഞത്, ചൈന കോപ്പറേറ്റീവ്, ചൈനയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഓക്കെ, ചൈന ആൻഡ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1912. 1912 ചൈനയിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ ഫാദർ ഓഫ് ചൈനീസ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ സൺ യാറ്റ്സൻ ആയിരുന്നു ചൈനയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫാദറായിട്ട് പറയുന്നത്. പിന്നെ കോപ്പറേഷൻ ഇൻ ചൈന ഈ സെറ്റ് ടു പ്രൊഡക്റ്റ് ഓഫ് അഡ്വർടൈസേഴ്സ്. നാഷണൽ കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ചൈന വാസ് സെറ്റപ്പ് ഇൻ 1909. ഓക്കെ, പിന്നെ ഇൻഡസ്കോസ് അതിൽ ചൈനയിൽ പറയുന്ന കേട്ടോ. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ഇൻ ചൈന ഈസ് കോൾഡ് ഇൻഡസ്കോസ്. ചൈനയിലെ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിനെയാണ് എന്ത് പറയുന്നത്, ഇൻഡസ്കോസ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ചൈന ഇൻ ഓർഡർ ടു ചെയ്ത പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദി സിനോ ജപ്പാനീസ് വാർ. സൈനോ ജപ്പാനീസ് വാറിൻ്റെ ആ സമയത്താണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇൻഡസ്കോസ്, അതിൽ ഓക്കെ ഫീച്ചേഴ്സിനായിരുന്നു. ഫങ്ഷൻസ് ഓഫ് ഇൻഡസ്കോസിൽ പറയുമ്പോൾ ദ മിനിമം നമ്പർ ഓഫ് പേഴ്സൺ ഫോർ ഓർഗനൈസിങ് സൊസൈറ്റി വാസ് 7. 7 പേരെങ്കിലും വേണം ഒരു സൊസൈറ്റി അവിടെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മിനിമം. പിന്നെ മെമ്പർഷിപ്പ് വാസ് ഓപ്പൺ ടു ഓൾ വർക്കേഴ്സ്. പിന്നെ മെമ്പേഴ്സ് മസ്റ്റ് അറ്റൈൻ ദ ഏജ് ഓഫ് മെച്യൂരിറ്റി. ദ മെമ്പേഴ്സ് മസ്റ്റ് ബി ഗുഡ് ക്യാരക്ടർ ആൻഡ് ഹോണസ്റ്റ്. ദ മെമ്പർ മസ്റ്റ് റിസൈഡ് വിത്തിൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദി സൊസൈറ്റി. അതായത് സൊസൈറ്റീൻ്റെ എവിടെയാണ് ഓപ്പറേഷൻ വരുന്നത് അതിൻ്റെ ഏരിയയിലൊക്കെ തന്നെ ആയിരിക്കണം. പിന്നെ ദ മാനേജ്മെൻറ്റ് വാസ് ബേസ്ഡ് ഓൺ 1 man 1 vote പ്രിൻസിപ്പിൾ. ലിമിറ്റഡ് ഇൻട്രസ്റ്റ് വാസ് പെയ്ഡ് ഓൺ ഷെയർസ്. ദ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് വാസ് ഡിസ്കറേജ്ഡ്. മെമ്പേഴ്സ് വാർ പെയ്ഡ് വേജ് ഫോർ വർക്ക് ഡൺ ബൈ ദം. ദ ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് വാസ് ലിമിറ്റഡ്. ഓക്കെ, ഇത്രയാണ് ചൈനയുടെ കേസിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ജപ്പാൻ. ഓക്കെ, ജപ്പാനിൽ പറയുന്നത് ഇറ്റ് ഈസ് പോപ്പുലർലി നോൺ ആസ് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ജപ്പാനിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് അറിയപ്പെടുന്നതാണ് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ദ ഫാദർ ഓഫ് ജപ്പാൻസ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ടോയ്ക്കോ കഗ്വ ആണ്. പിന്നെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഓർഗനൈസേഷൻ. ഓക്കെ, പിന്നെ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുമ്പോൾ ജപ്പാനീസ് ഫാർമേഴ്സ് ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് കോപ്പറേറ്റീവ് അസോസിയേഷൻ ഫോർ ഇംപ്രൂവിംഗ് ദ agricultural activity. Multi-purpose societies are engaged in marketing, in supply, mutual insurance, processing of goods, etc. ഓക്കെ, പിന്നെ അതിൽ മൾട്ടിപർപ്പസ് സൊസൈറ്റീൻ്റെ ഫങ്ഷൻസ് ആണ് പറഞ്ഞത്. സപ്ലൈ ഓഫ് ക്രെഡിറ്റ്, കളക്ഷൻ ഓഫ് ഡെപ്പോസിറ്റ്, മാർക്കറ്റിംഗ് ഓഫ് ക്രോപ്സ്, ഫാം ഗൈഡൻസ്, സപ്ലൈ ഓഫ് ഫാം ആൻഡ് ഹൗസ് ഹോൾഡ് കമ്മിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. എല്ലാതും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ബ്രിട്ടൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സ്കൂൾസ് ഡെയിലി, ജപ്പാനത്തെ ആ രണ്ടെണ്ണല്ലേ സ്കൂൾസും ഡെയിലി, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫ്രണ്ട്ലി സൊസൈറ്റി 2 മാർക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഡെൻമാർക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും. എല്ലാതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എല്ലാത്തിൻ്റെയും ഫീച്ചേഴ്സും ഒബ്ജക്റ്റീവ്സും എല്ലാം അങ്ങ് പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.